സുഖമാണോ? പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ ഭയങ്കരമായിട്ട് തൊണ്ടവേദന. ഇതിന്റെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് ഒരു സ്ഥലത്തും മരുന്നില്ല. എല്ലാം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊടുത്തയച്ചു. ചിരിക്കണം, ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ചിരിച്ചോളൂ, നല്ല കാര്യമാണ്. എന്താണ് ഈ ഗെയിം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്. ആരാ ഉണ്ടെന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് എഡ്യൂക്കേഷനാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്ത് എന്റർടൈൻമെന്റ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. എന്താണ് റോക്കിയുടെ ഭാഗത്തു നിന്ന്? അല്ല, കുറച്ച് അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലടാ, ഇതോ ഏത് കുറച്ച് മറ്റേ പദ്ധതിയില്ല, പദ്ധതി 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. കുറച്ച് കൺഫ്യൂഷനായി. ശരിയല്ല, അവിടെ ഇരിക്കൂ. ആർക്കാണ് അടുത്ത പറയാൻ അറിയാവുന്ന ഒരാള്? രതീഷ്, കിട്ടുന്നത് നീ മേടിച്ചോ? എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും. എന്താ ഭാഷാശുദ്ധി? കേട്ടിട്ട് കൊതിയാവണം. ഏത് ബ്രാൻഡാണാവോ അടിച്ചത്? അതൊക്കെ നമ്മൾ ചെറിയ തോതിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഭയങ്കര തിരിച്ചറിവ്. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ. ചിരിക്കാനല്ല പറഞ്ഞേ. ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻകുട്ടിയോ? പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം. ഇങ്ങനെ പോയാ മിക്കവാറും ഇവന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നിങ്ങൾ അത്ര ഇമോഷണൽ ആകാനുള്ള കാര്യം എന്തായിരുന്നു രതീഷ്? വീട് കത്തിപ്പോവോ? അല്ല സാർ, അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. നീ പോടാ എഴുന്നേറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു.